മോട്ടറോളയുടെ മോട്ടറോള റേസർ 40 അൾട്ര എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 90,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള റേസർ 40 അൾട്ര എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോള റേസർ 40 അൾട്രയിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ വലിയൊരു ഡിസ്പ്ലേയും പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേയും. ഉള്ളിൽ 6.9 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. OLED പാനലാണ് ഇതിൽ വരുന്നത്. പിന്നെ LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 165 ഹെർട്സിന്റെയും ഇടയിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരെയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. ഈ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1400 നിറ്റ്സ് ആണ്. 22:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. ഇനി പുറത്തുള്ള ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് 3.6 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 1056x1066 ആണ്. പല ഫോൾഡബിൾ ഫോൺസിലും ഇതിലും ചെറിയ കവർ ഡിസ്പ്ലേ ആണ് വരാറ്. ഈ ഒരു ഫോണിൽ 3.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരെയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1100 നിറ്റ്സ് ആണ്. 1:1 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അത്യാവശ്യം വലിയൊരു കവർ ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിന്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 184.5 ഗ്രാം ആണ്. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിന്റെ വിവ മജന്റ അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്തൊരു പ്രോസസറൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോൾഡബിൾ ഫോണിന് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന ഫോണാണ് സാംസങ്ങിന്റെ സാംസങ് Z Flip 4. ആ ഒരു ഫോണിലും ഇതേ സെയിം പ്രോസസർ തന്നെയാണ് വരുന്നത്. പിന്നെ ആ ഒരു സ്മാർട്ട് ഫോണും ഏകദേശം ഇതേ ഒരു 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അപ്പം കോമ്പറ്റീഷനിൽ വരുന്ന ഫോണിലും ഇതേ സെയിം പ്രോസസറാണ് വരുന്നത്. പിന്നെ ഈ മാസം തന്നെ സാംസങ്ങിന്റെ സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വന്നേക്കാം. ആ ഒരു ഫോൺ ഈ ഒരു 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും. എന്തായാലും ഓൾറെഡി സാംസങ് Z Flip 4 എന്ന ഫോണിന് ഈ ഫോൺ നല്ലൊരു കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ 5G കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 13ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. 8GB റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 256GB ഇന്റേണലും വരുന്നുണ്ട്. LPDDR5ന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും കൊടുത്തിട്ടില്ല. ആ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡ്യുവൽ സിമ്മിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഈ സിം ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഒരു ഫിസിക്കൽ സിം വരുന്നുണ്ട്, പക്ഷെ മറ്റേത് ഈ സിം ആണ്. ഇതിൽ NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 13 ബേസ് ആയിട്ടുള്ള MyUX സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 12 മെഗാ പിക്സലിന്റെ f1.5 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് 13 മെഗാ പിക്സലിന്റെ f2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്ന 108 ഡിഗ്രിയാണ്. പിന്നെ ഈ ഒരു സെൻസർ വെച്ചിട്ട് തന്നെ മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ f2.4 വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3800 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 5 വാട്ടിന്റെ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ ഇന്ത്യയിലെ വില വരുന്നത് 89,999 രൂപയാണ്. ICCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7,000 രൂപയുടെ ഓഫ് വരെ ലഭിക്കുന്നതായിരിക്കും. ആമസോൺ വഴിയാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ജൂലൈ 15 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടറോള റേസർ 40 അൾട്ര എന്ന ഫോണിൽ
അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോണിന്റെ പ്രൈസ് എത്രയാണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. ഇനിയിപ്പം ആ ഒരു ഫോണും ഒരു 90,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഫോൾഡബിൾ ഫോൺസ് ഇറക്കിയിട്ടുള്ളത് സാംസങ് ആണ്. പിന്നെ ഇതിന് പകരം സാംസങ് Z Flip 4 എന്ന ഫോൾഡബിൾ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു കവർ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും കുറച്ചും കൂടി ബെറ്റർ സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോണിന്റെ വിലയും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.